ഇങ്ങനെ ഇട്ടു. വളരെ സിൻസിയർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബിസിനസ് കഴിഞ്ഞ 4 വർഷത്തിനിപ്പുറം ഇതൊക്കെ എന്റെ കയ്യിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് ഞാൻ വളരെ ക്ലിയർ കട്ടായിട്ട് പറയാണ്, അതുൽ ജയസ് എന്ന വ്യക്തിയുടെ ഈ ബിസിനസ് ലൈഫിൽ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് BOP ആയിരിക്കും ഇത്. ഇനി ഇതുപോലൊരു BOPയിൽ ഒരിക്കലും സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ ഞാൻ വർക്ക് ചെയ്യില്ല. സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്നുള്ള ഈ കമ്പനിയിൽ നടക്കുന്ന കച്ചവടത്തിന്റെ 0.5%, ലാഭവിഹിതത്തിന്റെ 0.5% വാങ്ങിക്കാൻ പറ്റുന്ന റാങ്കിൽ ഇരുന്നിട്ട് ഇനി ഇതുപോലൊരു മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കും. ജീവിതത്തിൽ ഒരേ ഒരു തവണ ഒരു 4 വർഷം മുൻപ് കുറച്ച് സാധനം വാങ്ങി വന്നിട്ടുള്ള എനിക്ക് ഇന്ത്യയിൽ മുഴുവൻ ഒരു ആപ്പിൽ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭത്തിന്റെ 0.5% വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും പറ്റും. ജീവിതത്തിൽ കുറച്ച് സ്വപ്നവും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും കുറച്ച് പ്രാരാബ്ദവും എന്തെങ്കിലും ആയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു വല്ലാത്ത ഒരു മനസ്സും ഉണ്ടാവണം. പൈസ ഒരുപാടുള്ള ആളുകളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിനുവേണ്ടി അത് പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് വിശ്വസിക്കുക, താൻ പാതി ദൈവം പാതി. ഇതുപോലുള്ള ഒരു അവസരം നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പാതി. ഈ അവസരത്തിൽ വിജയിക്കുക എന്നുള്ളതാണ് നമ്മളെ പാതി. മറ്റൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഒരു പക്ഷെ ഫോട്ടോത്തിൽ നമ്മളെ മനസ്സിലൊരു ഒരു രൂപം ഉണ്ടാവും, ചുമരിൽ മറ്റൊരു രൂപം കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഉറപ്പായിട്ട് ഞാനൊരു കാര്യം 100%, 100ൽ 101% ഉറപ്പിച്ചു പറയാണ്, ആ രൂപം നേരിട്ട് നമ്മളെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ കടബാധ്യതയോ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിനോ പരിഹാരം തരില്ല. ഒരു സംശയമില്ലാതെ ആരോട് വേണമെങ്കിലും ഞാൻ പറയാൻ തയ്യാറാണ്. ഒരു പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി, ആ ദൈവം നമ്മളുടെ ഒരു സുഹൃത്തിന്റെയോ ഒരു ബന്ധുവിന്റെയോ അല്ലെങ്കിൽ ഒരു അവസരത്തിന്റെയോ രൂപത്തിൽ നമ്മളെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ആ അവസരമോ ആ വ്യക്തിയോ ആണ് ആ ദൈവത്തിലൂടെ, ആ ദൈവത്തിന്റെ രൂപത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുക എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും തന്നെ വിശ്വസിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ 1-2 വർഷങ്ങൾക്കപ്പുറം പല സ്വപ്നങ്ങളും പല പ്രശ്നങ്ങളും തീർത്തതിനപ്പുറം അന്നൊരു മീറ്റിംഗിൽ ഏതോ ഒരാൾ പറഞ്ഞ ഏതോ ഒരു വാക്കാണ് എന്നെ മാറ്റി ചിന്തിപ്പിച്ചതും ആ ചിന്തയാണ് ജീവിതത്തിൽ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സമയത്ത് ഏറിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് സാധനം വാങ്ങിയിട്ടല്ലേ, വേറെ നഷ്ടമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ചിന്തിച്ച് ഞാൻ ഈ ഒരു അവസരം തെരഞ്ഞെടുത്തതും ഒന്ന് ശ്രമിച്ചു നോക്കിയ സമയത്ത് ഞാൻ പല സ്വപ്നങ്ങളും നേടിയെടുത്തതെന്ന് പറയും. ആരെങ്കിലും ഒരുപക്ഷെ ഒരാൾ തന്നെങ്കിലും ഈ മീറ്റിംഗ് പറയും. കാരണം അങ്ങനെ 4 വർഷത്തിനപ്പുറം ഒരു താല്പര്യവും ഇല്ലാതെ എന്റെ ചേട്ടൻ നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ജോയിൻ ചെയ്ത ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ദൈവത്തിനെ പോലെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാൾ നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട ആളാണെന്ന് വിശ്വസിക്കുക. അത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടൂ